എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുവിൻ്റെ സങ്കടങ്ങളൊക്കെ ആദർശിനോടും നയനയോടും ഒന്ന് പറയുന്നുണ്ട്. ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവിടെ ചെന്നപ്പം IG വിളിച്ചു. അതൊരു നാണക്കേട് പോലെയായി നന്ദുവിന്. കാരണം അത് കഴിഞ്ഞ് ഡേവിഡ് കുറേ കളിയാക്കിയൊക്കെയാണല്ലോ വിട്ടേ. അതിൻ്റെ ദേഷ്യം മൊത്തം നന്ദു ആദർശിൻ്റെയും നയനയുടെയും ഫ്രണ്ടിൽ തീർക്കുന്നുണ്ട്. അയാളെ പിടിച്ച് 2 ഇടി ഇടിക്കാഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വരുവാണ്. ഒരു സമയത്ത് ഞാൻ ഓർത്തതാണ്, പിടിച്ച് വലിച്ചുകൊണ്ടേ സ്റ്റേഷനിൽ കയറ്റി 4 ഇടിയും കൊടുത്തിട്ട് തൊപ്പി ഊരി വെച്ചിട്ട് ഇങ്ങ് പോന്നാലോ എന്ന് വരെ ഓർത്തതാണ് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയും, നീ അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. നിൻ്റെ തൊപ്പിക്ക്, നിൻ്റെ കാക്കിക്ക് ഇപ്പം അത്രയേറെ വിലയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ഒന്നും ചെയ്യണ്ട. നമുക്ക് വേണ്ടത് ഡേവിഡിനെയല്ല, അവന് മുകളിൽ ആരോ ഒരാളുണ്ട്. അയാളാണ് ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. ഞാൻ ദുബായിൽ പോയപ്പോഴും മുംബൈ പോയപ്പോഴൊക്കെ എനിക്കത് മനസ്സിലായതാണ്. പിന്നെ അബി ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ നമ്മളെ നല്ല രീതിയിൽ ഒറ്റ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ശരിക്കും ഇതിൻ്റെ പുറകിലും അവനുണ്ട് എന്നറിയുവാണെങ്കിൽ ഞാൻ അവനെ സ്റ്റേഷനിൽ കയറ്റി ഇടിച്ചൊരു പരുവാക്കും. അതിൻ്റെ പേരിൽ നവ്യേച്ചിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിലും ഞാൻ ചേച്ചിയുടെ അനീതിയെ അല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ആദർശ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, അബിക്കും ഡേവിഡിനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അബിക്ക് വേണ്ടി, അനഘയെ കൊല്ലാൻ വേണ്ടി അയാൾ ശ്രമിച്ചത്. നമ്മൾ കാണുന്നതൊന്നുമല്ല നടക്കുന്നത്. ശരിക്കും അബിയാണ് നവ്യേച്ചിക്ക് അവിടെ ജോലി മേടിച്ചു കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് മൊത്തം അവൻ്റെ ബുദ്ധിയാണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അതാണ് നടക്കാൻ സാധ്യത. ഇപ്പം നവ്യ പറയുന്നുണ്ട്, നവ്യയുടെ കഴിവുകൊണ്ടാണ് അബിക്ക് അവിടെ ജോലി കിട്ടിയതെന്ന്. പക്ഷേ അതൊന്നുമല്ല നടക്കുന്നത് എന്ന് ഇപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി തുടങ്ങിയിട്ടുണ്ട്. അബിയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത്. അവൻ പറഞ്ഞിട്ടാണ് നവ്യയ്ക്ക് ജോലി കൊടുത്തത്. അവന് വേണ്ടിയാണ് ഡേവിഡൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയെന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഏതായാലും മുന്നോട്ട് തന്നെ എന്നുള്ളൊരു തീരുമാനത്തിൽ നന്ദു അവിടുന്ന് പോകുന്നു. പിന്നീട് മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശൻ ആകെ വിഷമിച്ചിരിക്കുന്നു. അന്നേരം മുത്തശ്ശി അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അറിഞ്ഞോ ആ ഡേവിഡിൻ്റെ കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അറിഞ്ഞു, അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്ദു ചെന്നപ്പോൾ IG വിളിച്ചു എന്നുള്ള സംഭവമൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് വേണമെങ്കിൽ IGക്ക് മുകളിൽ വിളിച്ച് അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം. പക്ഷെ അതിൻ്റെ കാര്യമില്ല. കാരണം അവനല്ല നമ്മുടെ ടാർഗറ്റ്, അവനല്ല നമുക്കെതിരെ പ്രവർത്തിക്കുന്നത്. അവന് പിന്നിൽ ആരോ ഉണ്ട്, അയാളെയാണ് കണ്ടെത്തേണ്ടത്. ദുബായിലും ഞാൻ അന്വേഷിച്ചു, അവർക്കാർക്കും അവന് പിന്നിൽ വേറൊരാളുള്ളതായിട്ട് അറിയത്തില്ല. അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. അത് കണ്ടെത്തണം. അത് കണ്ടെത്താൻ ആദർശിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ് മുത്തശ്ശിക്ക്. ആദർശിന് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പം, അവനൊരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവനോടൊപ്പം തന്നെ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്. അവൻ അയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ, അവൻ്റെ ഭാഗം ജയിച്ചു കഴിഞ്ഞാൽ, അവൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പം MD ആയിട്ട് ഇത്ര കാലത്തെ പരിചയവും ഒക്കെ ആയിട്ട് അനിയും ഇവിടെ ഉണ്ടാവും. പിന്നീട് അവരെ ഈ ഒരു മേഖലയിൽ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതൊക്കെയാണ് എൻ്റെ സ്വപ്നം. അത് നടക്കും എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഡേവിഡ് നവ്യെ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നന്ദു ചെന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അത് പറയുന്നത് അബിക്ക് അവിടെ ജോലി കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ നവ്യ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ തകർക്കാൻ വേണ്ടി നന്ദു ശ്രമിക്കുന്നതാണ്. അല്ലാതെ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ? ആദർശ് അനഘയെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടിട്ട് അത് എൻ്റെ തലയിലാക്കിയതാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയും, അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അത് അവിടെ പോയി ചോദിക്കണം, എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയണമല്ലോ. അബി തെറ്റുകാരനല്ല എന്ന് എനിക്ക് ബോധ്യമായി. അത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഡേവിഡ് കുറച്ചുകൂടെ എരിവിട്ട് കൊടുക്കുന്നുണ്ട്. നവ്യേനെ ശരിക്കും വീട്ടുകാരെല്ലാം തള്ളിക്കളഞ്ഞേക്കുവാണ്. സ്വന്തം അച്ഛനും അമ്മയും അനിയത്തിയും പോലും നവ്യക്കെതിരെയാണ് പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്. അതുപോലെ അനന്തപുരിക്കാരും അതുപോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എരിവ് കയറ്റാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അഭി ഒരു പാവം, അവനോട് എനിക്കിപ്പം ഭയങ്കര ഇഷ്ടം തോന്നുവാണ്. ഏതായാലും അവനെ ബ്രാഞ്ചിൻ്റെ മാനേജരാക്കണം, പുതിയ ബ്രാഞ്ചിൻ്റെ മാനേജരാക്കണമെന്ന് ഒരു തീരുമാനം വരുന്നതേ ഉള്ളായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം ഞാനതങ്ങ് ഉറപ്പിച്ചു എന്നൊക്കെ പറയുമ്പം, ആയിക്കോട്ടെ സാർ, ഞാൻ ഇറങ്ങുവാണ് എന്ന് പറയുമ്പം, വീട്ടിൽ പോയി ഇതിൻ്റെ പേര് വഴക്കൊന്നും ഉണ്ടാക്കരുത് എന്ന് അങ്ങനെ പറയും. വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്രയൊക്കെ എരിവ് കയറ്റി കൊടുത്തത്. എന്നിട്ട് അങ്ങനെ പറയുവാണ്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ ഏതായാലും ഇത് അവിടെ പോയി ചോദിക്കും, എന്താ സംഭവം എന്ന് എനിക്ക് അറിയണമല്ലോ, കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നവ്യ അവിടെ നിന്ന് പോരുന്നത്. നേരെ കനകയുടെ അടുത്തോട്ട് പോരുന്നു. അവിടെ വന്ന് കോളിമ്പലടിച്ച് വാതിൽ തുറക്കുന്നതേ കനക തള്ളി മാറ്റിയിട്ട്, എന്തി നിങ്ങളുടെ ഇളയ ഒരു സന്താനം ഉണ്ടല്ലോ, അവൾ എന്തി എന്നൊക്കെ ചോദിക്കുന്നു. എന്തൊക്കെ നന്ദു ഇറങ്ങി വരും. എന്തൊക്കെ നന്ദുവിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണേ. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അഭിയെ നീ കള്ളക്കേസിൽ കുടുക്കി. അതുപോലെ അഭിയെപ്പറ്റി ഒരുപാട് അനാവശ്യം എൻ്റെ അച്ഛനും അമ്മയും വരെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിച്ചു. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇത്രയും നല്ല ചെറുപ്പക്കാരനെ കുറിച്ചാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. ആദർശ് ചെയ്ത തെറ്റ് എൻ്റെ അഭിയുടെ തലയിൽ കെട്ടി ഏൽപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രകടനം കേട്ടോ. അന്നേരം എന്നിട്ട് ഡേവിഡിനെ അറസ്റ്റ് ചെയ്തത് നവ്യയുടെയും അഭിയുടെയും ജോലി കളയിപ്പിക്കാൻ വേണ്ടിയല്ലേ, എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തെണ്ടണം അതിനു വേണ്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അതിനു
വേണ്ടിയൊന്നുമല്ല. അനഘയെ കൊല്ലാൻ വിട്ട ഗുണ്ടകളെ ഞാൻ അറസ്റ്റ് ചെയ്തിരുന്നു. അവന്മാർ തന്നെയാണ്, ഡേവിഡാണ് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞത്. ഇതൊന്നും ചേച്ചിക്ക് മനസ്സിലാകുകയില്ല എന്ന് പറയുമ്പോൾ, ഇല്ലടി എനിക്ക് മനസ്സിലാകുകയില്ല. ഏതായാലും ഞാനും അഭിയും ഇനി നിങ്ങളുടെ ആരുമല്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. വെറുതെ ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ട് വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ കത്തും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രകടനം നടത്തിയിട്ടാണ് നവ്യ പോകുന്നത്. എൻ്റെ ഒരു ഇതിൽ പ്രൊമോയിൽ പറഞ്ഞതെല്ലാം വെച്ച് നവ്യയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ഇത്രയും നാളും നവ്യനെ എല്ലാവരും കൂടെ കുരങ്ങ് കളിപ്പിച്ചതിൻ്റെ പ്രതികാരമായിരിക്കും നവ്യ തിരിച്ച് ചെയ്യുന്നത്. ഏതായാലും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എൻ്റെ അഭിയനെ നീ നശിപ്പിക്കാൻ ശ്രമിക്കൂലടി എന്നൊക്കെ ചോദിച്ച് നന്ദുവിൻ്റെ കോളറിന് കയറി പിടിക്കുന്നു. നന്ദു പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഗോവിന്ദനാണ് പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. ഏതായാലും അവസാനം ഇങ്ങനെ ഒരു ഭീഷണിയും കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയുന്നുണ്ട്, നീ നോക്കിക്കോ, അവിടുത്തെ അനന്തപുരിയിലെ 2 കൊച്ചുമക്കളുണ്ടല്ലോ, ആദർശം അനിയും, അവന്മാർ തന്നെ ആ മൂർത്തി ജ്വല്ലറിയുടെ അന്തകരാകും. ഈ പ്രാവശ്യം AN ജ്വല്ലറിയിലെ എൻ്റെ അഭി മാനേജരായിട്ട് കയറിയതിന് ശേഷം വരുന്ന ആദ്യത്തെ വിഷു അവൻ്റെ ബ്രാഞ്ചായിരിക്കും 1ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ആയിട്ട് AN ജ്വല്ലറി ഉയർന്നു വരുമ്പം മൂർത്തി ജ്വല്ലറിയും ആ കുടുംബവും എല്ലാം നശിച്ച് നാറാണക്കല്ല് പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് നവ്യ അവിടുന്ന് പോകുന്നത്. എന്തായാലും പോയി കഴിയുമ്പോഴേക്കും കനക, എന്നാലും നമ്മൾ സത്യമെല്ലാം പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ മാറിപ്പോയല്ലോ, അവൾ ആ ചതിയെ വിശ്വസിക്കുവാണല്ലോ എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, വിശ്വസിക്കട്ടെ, എന്നിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഏതായാലും ഡേവിഡിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ ഉറപ്പായിട്ടും കണ്ടെത്തുമെന്ന് നന്ദു പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവം നയനയും ആദർശം അറിഞ്ഞിട്ടുണ്ട്. നയന പറയുക, എല്ലാ സത്യങ്ങളും ചേച്ചി അറിഞ്ഞതിന് ശേഷവും ഇങ്ങനെയൊക്കെ പെരുമാറും എന്ന് ഞാൻ കരുതിയില്ല. ഇതിപ്പം നന്ദു അവിടെ ചെന്നപ്പം ചേച്ചീനെ അടിക്കാതെ വിട്ടത് ചേച്ചിയുടെ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി, അതുപോലെയൊക്കെയാണ് ചേച്ചി വിളിച്ച് പറഞ്ഞതെന്നൊക്കെ പറയുവാണേ. എന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കുമാണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനി മാർക്കറ്റിൽ പോയിട്ട് കയറിയതാണ് ഇങ്ങോട്ടുകൂടി വന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 3-ാം മാസത്തെ ചടങ്ങിനെ പറ്റി പറയുന്നു. അത് ഭയങ്കര ഗംഭീരമായിട്ട് നടത്തണമെന്ന്. അത് തറവാട്ടി വെച്ച് നടത്താൻ പറ്റില്ലാത്തതുകൊണ്ട് അവരുടെ ഗസ്റ്റ് ഹൗസിൽ ഇപ്പോൾ അവർ താമസിക്കുന്നിടത്ത് വെച്ച് തന്നെ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, മുത്തശ്ശനോടും മുത്തശ്ശിയോടും വരാൻ പറയണം, ഞാൻ വേണമെങ്കിൽ അവരെ വിളിക്കാം എന്നൊക്കെ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, വിളിച്ചാലും അച്ഛൻ വരത്തൊന്നുമില്ല, ഏതായാലും ചടങ്ങ് നമുക്ക് നല്ല രീതിയിൽ നടത്തണം, അച്ഛനും അമ്മയും വന്നില്ലെങ്കിലും ബാക്കി എല്ലാവരും വരും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേവേനി ചോദിക്കുവാണ്, എന്തായി അന്വേഷണങ്ങളൊക്കെ, എത്രയും പെട്ടെന്ന് നിനക്ക് എല്ലാ കാര്യങ്ങളും തെളിയിച്ച് അങ്ങോട്ട് വരാൻ പറ്റില്ലേ? എനിക്കിപ്പം നിങ്ങൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു പേരക്കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ഇവിടെ വന്ന് കാണേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാകരുത്. അതുപോലെ ഇനിയിപ്പം വിഷു ആണല്ലോ വരുന്നത്, നമ്മുടെ ജ്വല്ലറി താഴേക്ക് പോകാതെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അനിയോടും അജയേട്ടനോടും ഒക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ജയേട്ടനോടും ഒക്കെ പറയുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അമ്മ ഏതായാലും വിഷുവിന് നമുക്കൊരു തകർച്ച ഉണ്ടാകും, പക്ഷേ അത് കഴിഞ്ഞ് നമുക്കൊരു കുതിച്ചുകയറ്റം ഉണ്ടാകും ഉറപ്പായിട്ടും, അതോർത്താകുമ്പോൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് എന്തായാലും അന്വേഷണം എന്ന് ചോദിക്കുമ്പം അന്വേഷണമൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ആരാണ് നമ്മുടെ ശത്രു എന്ന് കണ്ടെത്തണം, അത് ഞാൻ കണ്ടെത്തും. അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അമ്മ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യരുത്, കാരണം അവിടെ അഭിയുണ്ട്, ഇതിൻ്റെ പിന്നിൽ എല്ലാം അവനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പം ആകെ ടെൻഷനോടെ നിൽക്കുന്ന ദേവേനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു.